പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ, പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ. അപ്പോളേ ഇപ്പോൾ വീഡിയോ നോക്കുമ്പോഴത്തേക്കുണ്ട് പുഴകളെന്നും പറഞ്ഞ് അങ്ങനെ പാട്ട് പാടി പോകുകയെന്ന് വിചാരിക്കും അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വാഴച്ചാല് വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കലാണ്. അതിൻ്റെ കരയിൽ കൂടെ, ആ പുഴയുടെ കരയിൽ കൂടെ ഇങ്ങനെ ഒരു കിലോമീറ്ററോളം ദൂരത്തിലേക്ക് മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റും. നമ്മളതിൻ്റെ എൻട്രൻസ് കടന്നിങ്ങോട്ട് വന്ന് വരുമ്പോഴത്തേക്ക് നല്ല വിശാലമായിട്ട് ഒഴുകുന്ന വെള്ളച്ചാട്ടം കാണാം. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ലെഫ്റ്റിലേക്ക് കുറേ ദൂരത്തേക്ക് നടന്നു പോകാം. അപ്പോൾ അവിടെ കൈവരിയൊക്കെ കെട്ടി വളരെ കാര്യമായിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങാനൊന്നും പറ്റാത്ത വിധത്തിൽ കൈവരി കെട്ടിയിട്ടുണ്ട്. അതുമല്ല, നമുക്ക് വഴിയിൽ വിശ്രമിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 1.5 കിലോമീറ്റർ നടക്കാവുന്ന, അപ്പോൾ ഇടയ്ക്കൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ വാഴച്ചാലും ആതിരപ്പള്ളിയിൽ നിന്ന് ഒരുമിച്ച് ട്വിൻസ് പോലെയാണ് നമ്മളെപ്പോഴും പറയാറ് അല്ലേ. ഈ വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറേ ഇല്ല. എപ്പോഴും പറയുന്നത് എവിടെ പോകുന്നതെന്ന് ചോദിച്ചാൽ ആതിരപ്പള്ളി വാഴച്ചാൽ, അല്ലെങ്കിൽ വാഴച്ചാൽ ആതിരപ്പള്ളി, ഇങ്ങനെ നമ്മൾ ട്വിൻ ബ്രദേഴ്സിനെ പോലെയാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ നമ്മൾ വാഴച്ചാലെന്ന് പറയുന്നത് ആതിരപ്പള്ളിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഞാൻ രണ്ടും കൂടെ ഒന്ന് താരതമ്യം ചെയ്യുകയാണ്, കമ്പയർ ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആതിരപ്പള്ളി എന്ന് പറയുന്നതിൽ അവിടത്തേക്ക് നമുക്ക് ഇറങ്ങിപ്പോകണമെങ്കിൽ, അവിടുത്തെ ശരിക്കുള്ള ആ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമുക്കൊരു 2 കിലോമീറ്ററെങ്കിലും താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകണം അല്ലേ. കുത്തനെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകണം. അപ്പോൾ ഇറങ്ങിപ്പോകുമ്പോഴത്തേക്ക് അവിടെ ഹെൽത്ത് വൈസ് നല്ല ഇതുള്ള ആളുകൾക്ക് മാത്രമേ അവിടത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇന്ന് തന്നെ ഞാൻ അവിടെയും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ആ കാര്യം ഞാൻ പറയുകയാണ്, നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് താഴത്തെത്താൻ പറ്റുള്ളൂ. പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ പുറകുവശത്ത് താഴത്തേക്ക് കുറച്ചിറങ്ങിയാൽ വെള്ളമൊക്കെ കാണാം. അങ്ങനെ ആ വെള്ളത്തിലൊക്കെ കുളിക്കാം. ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ട് അവിടെ ചെറിയ ചെറിയ കുളം പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, കെട്ടി കിടപ്പുണ്ട്. അവിടെയൊക്കെ ഇറങ്ങിയ ആളുകൾക്ക് കുളിക്കാം. പക്ഷേ ഭംഗി മനോഹരമായ ആ വെള്ളച്ചാട്ടം, വെള്ളം ഇങ്ങോട്ട് വരുന്നത് കാണണമെങ്കിൽ നമുക്ക് ശരിക്കും 2 കിലോമീറ്റർ താഴത്തേക്ക് ഇറങ്ങിപ്പോകണം. അത് ഭയങ്കര സ്ട്രെയിനുള്ള കാര്യമാണെന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അപ്പം അതപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വാഴച്ചാലെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആർക്കും നടന്നു പോകാവുന്ന ഒരു സംഭവമുള്ളൂ. കുറച്ച് നടക്കുക മാത്രം മതി. ഇവിടെ സ്ട്രെയിൻ എടുത്തൊന്നും പോകേണ്ട ഒരു കാര്യവുമില്ല. നല്ല സ്മൂത്തായിട്ട് നടന്നിങ്ങനെ പോകാം. കൈവരി കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തൂടെ നമുക്കിങ്ങനെ കണ്ട് നടന്നു പോകാം. അപ്പോൾ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ധാരാളം എന്ന് പറഞ്ഞാൽ നമ്മൾ ആതിരപ്പള്ളിയെ വെച്ച് നോക്കുമ്പോൾ, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാഴച്ചാലിൽ തീരെ ആൾത്തിരക്ക് കുറവാണ്. ഇനി ഇവിടത്തേക്കുള്ള ചാർജ് ആണെങ്കിലും പറയുകയാണെങ്കിൽ ഇവിടെ 2 പേരുടെയും രണ്ടിടത്തും കൂടെ ഒരുമിച്ചാണ് ചാർജ് എടുക്കുന്നത്. ഒരാൾക്ക് 60 രൂപയാണ് എടുക്കുന്നത്. അത് ഇവിടുത്തെ പാസ് തന്നെയാണ്, അവിടെയും കൊടുത്താൽ മതി. അല്ല, അവിടെ നിന്ന് എടുക്കുന്ന പാസ് ഇവിടെ കൊടുത്താൽ മതി. അങ്ങനെ രണ്ടും ഒന്നാണ്. കണ്ടോ, മനോഹരമായ ഒരു വിസ്തരിച്ചൊഴുകുന്ന കാണാം. ഞാൻ അങ്ങേറ്റം വരെ പോയി എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയാണ്. മനോഹരമായ കാഴ്ചയാണ്. ഇപ്പോൾ ഈ മെയ് മാസത്തിൽ വെക്കേഷൻ ടൈമാണ്. വീട്ടിലെ കുടുംബത്തോടെ ഫാമിലിയുമായിട്ട് പോകാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ്. കുറച്ച് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇനിയും പോകുന്നതിന് ഒരു മടിയും വിചാരിക്കേണ്ട. നല്ലൊരു സ്ഥലമാണ്. കണ്ടാലങ്ങനെ മടുക്കുന്ന സ്ഥലമൊന്നുമല്ല. നല്ല രസമുണ്ട് കാണാൻ. നല്ല കുളിർമയൊക്കെയുള്ള സ്ഥലത്തേക്ക് പോകാൻ നല്ല രസമാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ, ഈ പെൻഷനേഴ്സ് എല്ലാവരും കൂടെ കുറച്ച് പേര് കൂടി ഇങ്ങനെ പോയതാണ്. അപ്പോൾ വളരെ നല്ലൊരു യാത്രയായിരുന്നു. നിങ്ങൾക്കും അത് പോയി ആസ്വദിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ടിലേക്ക് കുറേ ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ പുഴ അവിടെ നിന്ന് ഒഴുകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ആളുകളിങ്ങനെ ധാരാളം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പാടാൻ തോന്നുന്ന പാട്ട് ഏതാണെന്നറിയാമോ? പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി, നമുക്കൊരേ പ്രായം, നമുക്കൊരേ